ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 സെപ്റ്റംബർ 21 തൊഴിൽ വാർത്തയിൽ വന്ന കറന്റ് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ പാർട്ട് 2 ആണ്. ഇതിനു മുമ്പുള്ള വീഡിയോയുടെ ലിങ്ക് കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതും കൂടി കാണുക. കേരളത്തിലെ പാലക്കാട് അടക്കം രാജ്യത്തെ 10 സംസ്ഥാനങ്ങളിൽ 12 വ്യവസായ മേഖലകൾ വികസിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. 28,000 കോടി രൂപയാണ് പദ്ധതി ചെലവ്. പാലക്കാട് മേഖലയുടെ വികസനത്തിന് 3,806 കോടി രൂപയാണ് അനുവദിച്ചത്. 1,710 ഏക്കർ സ്ഥലം പദ്ധതിക്കായി ഏറ്റെടുക്കും. 51,000 പേർക്ക് തൊഴിലവസരം ലഭിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ബീഹാർ, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലാണ് മറ്റ് വ്യവസായ മേഖലകൾ. സമുദ്ര മലിനീകരണം തടയുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച മലിനീകരണ നിയന്ത്രണ കപ്പലായ സമുദ്രപ്രതാപ് നീറ്റിലിറക്കി. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനായി ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് വികസിപ്പിച്ച കപ്പലാണിത്. എണ്ണയും മറ്റ് മലിനീകരണ വസ്തുക്കളും കടലിൽ പരക്കുന്നത് തടയാനും മലിനീകരണം സംഭവിച്ചാൽ അത് നിർവീര്യമാക്കുന്നതിനുള്ള ഉപകരണങ്ങൾ കപ്പലിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. 114.5 മീറ്റർ നീളവും 16.5 മീറ്റർ വീതിയുമുള്ള കപ്പലിൽ 24 ഉദ്യോഗസ്ഥരും 115 ജീവനക്കാരും ഉണ്ടാവും. കപ്പലിന് മണിക്കൂറിൽ 300 ടൺ ഓയിൽ റിക്കവറി ശേഷിയുണ്ട്. ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായമേറിയ പ്രധാനമന്ത്രിയായി മിഷേൽ ബാർനിയ ചുമതലയേറ്റു. 35-കാരനായ ഗബ്രിയേൽ അത്താലിന്റെ പിൻഗാമിയായാണ് 73-കാരനായ മിഷേൽ ബാർനിയെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ നിയമിച്ചത്. വലതുപക്ഷ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവാണ്. ബ്രെക്സിറ്റിൽ യൂറോപ്യൻ യൂണിയന്റെ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. രാജ്യത്തെ ഏറ്റവും വലിയ തുറമുഖ പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾ മഹാരാഷ്ട്ര പാൽഘറിലെ വാദ്വാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 24,000 കണ്ടെയ്നർ ശേഷിയുള്ള കപ്പലുകൾക്ക് നങ്കുരമിടാൻ സാധിക്കുന്ന രീതിയിലാണ് തുറമുഖത്തിന്റെ നിർമ്മാണം. ഗുജറാത്തിനോട് ചേർന്നുള്ള ദഹാനു കടലോരത്ത് നിന്ന് 4.5 നോട്ടിക്കൽ മൈൽ അകലെയാണ് നിർദ്ദിഷ്ട തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. 1000 മീറ്റർ നീളമുള്ള 9 കണ്ടെയ്നർ ടെർമിനലുകൾ ഉണ്ടാകും. കടലിൽ നിന്ന് 1,448 ഹെക്ടർ വീണ്ടെടുത്താണ് തുറമുഖം നിർമ്മിക്കുന്നത്. പ്രതിവർഷം 298 ദശലക്ഷം ടൺ ചരക്ക് കൈകാര്യം ചെയ്യാനുള്ള ശേഷി തുറമുഖത്തിനുണ്ടാവും. 2030 നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള ജവഹർലാൽ നെഹ്റു തുറമുഖ അതോറിറ്റിയും മഹാരാഷ്ട്ര മാരിടൈം ബോർഡും ചേർന്നുള്ള സംയുക്ത സംരംഭമാണിത്. രാജ്യത്താദ്യമായി നിർമ്മിച്ച വന്ദേ ഭാരത് സ്ലീപ്പർ തീവണ്ടി ബംഗളൂരുവിൽ പുറത്തിറക്കി. മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ട്രെയിനിന്റെ നിർമ്മാണം. റൂട്ടുകൾ തീരുമാനിച്ചിട്ടില്ല. കമ്പാർട്ട്മെന്റുകളുടെ നിർമ്മാണത്തിനായി സ്റ്റെയിൻലെസ് സ്റ്റീലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളും കോച്ചിന്റെ കുലുക്കം ഒഴിവാക്കുന്നതിനായി ബഫറുകളും കപ്ലറുകളും ഘടിപ്പിച്ചിട്ടുണ്ട്. ഫൈബർ ഗ്ലാസ് പാനലുകൾ ഉപയോഗിച്ചാണ് ഉൾവശം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ആണ് വണ്ടി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത്. 11 AC ടയർ കോച്ചുകൾ, 4 AC 2 ടയർ കോച്ചുകൾ, ഒരു ഫസ്റ്റ് ക്ലാസ് AC കോച്ച് ഉൾപ്പെടെ 16 കോച്ചുകളും 823 ബർത്തുകളും ട്രെയിനിലുണ്ട്. ഗുജറാത്തിലെ കച്ച് ജില്ലയിൽ ഭുജിന്റെ പ്രാന്തപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മദാപൂർ ഗ്രാമത്തെ ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ ഗ്രാമമായി തിരഞ്ഞെടുത്തു. 32,000-ലധികം ജനസംഖ്യയുള്ള ഗ്രാമത്തിൽ ഏകദേശം 70,000 കോടി രൂപയുടെ സ്ഥിര നിക്ഷേപമുള്ള താമസക്കാരുണ്ടെന്നാണ് കണക്കുകൾ. 17 സ്വകാര്യ ബാങ്കുകളാണ് ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്നത്. ഗ്രാമത്തിൽ താമസിക്കുന്ന ഭൂരിഭാഗം ജനങ്ങളും NRI ആണ് എന്നതാണ് ഗ്രാമത്തിന്റെ സമ്പന്നതയ്ക്ക് കാരണം.
ഇവർ പ്രധാനമായും സ്വന്തം സമ്പാദ്യം നിക്ഷേപിച്ചിരിക്കുന്നത് ഗ്രാമത്തിലെ ബാങ്കുകളിലാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിലും മുൻപന്തിയിലാണ് മദാപൂർ ഗ്രാമം. അമേരിക്ക, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, UK, വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലാണ് ഗ്രാമത്തിലെ ഭൂരിഭാഗം ആളുകളും ജോലി ചെയ്യുന്നത്. രാജ്യത്തെ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരെയായ ലൈംഗിക പീഡന പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായി കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ കേന്ദ്രീകൃത പ്ലാറ്റ്ഫോം ഷീബോക്സ് പോർട്ടൽ എന്നാണ് പ്ലാറ്റ്ഫോമിന് നൽകിയിട്ടുള്ള പേര്. സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ KJ ബേബി അന്തരിച്ചു. ഗോത്ര വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ബേബി സ്ഥാപിച്ച കനവ് വിദ്യാഭ്യാസ കേന്ദ്രം ഏറെ പ്രശസ്തമായിരുന്നു. ഗോത്രജീവിതം പശ്ചാത്തലമാക്കിയുള്ള മാവേലി മന്റം എന്ന നോവലിന് 1994 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിരുന്നു. നാട് എൻ വീട് വയനാട് എന്ന പ്രശസ്ത ഗാനത്തിന്റെ രചയിതാവാണ്. നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ VP രാമചന്ദ്രൻ അന്തരിച്ചു. 1987 മുതൽ 2016 വരെ സിനിമാ രംഗത്തുണ്ടായിരുന്നു. അപ്പു, അയ്യർ ദി ഗ്രേറ്റ്, യുവ തുർക്കി എന്നിവയാണ് ശ്രദ്ധേയമായ ചിത്രങ്ങൾ. സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഏഷ്യൻ സിനിമയുടെ മാതാവ് എന്ന വിശേഷണമുള്ള ചലച്ചിത്ര നിരൂപകയും എഴുത്തുകാരിയും ഡോക്യുമെന്ററി നിർമ്മാതാവുമായ അരുണ വാസുദേവ് അന്തരിച്ചു. ലോകമെമ്പാടും ഏഷ്യൻ സിനിമകളുടെ പ്രചാരണത്തിനായി ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിയതിനാലാണ് അരുണ വാസുദേവന് മദർ ഓഫ് ഏഷ്യൻ സിനിമ എന്ന പേര് ലഭിച്ചത്. ദ ഏഷ്യൻ ഫിലിം ക്വാർട്ടർലിയുടെ സ്ഥാപക എഡിറ്ററായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഏഷ്യൻ സിനിമകളുടെ പ്രചാരണത്തിനായി നെറ്റ്വർക്ക് ഫോർ പ്രൊമോഷൻ ഓഫ് ഏഷ്യൻ സിനിമ എന്ന സംഘടന സ്ഥാപിച്ചു. അടുത്തിടെ ആരംഭിച്ച കേരളത്തിന്റെ ആഭ്യന്തര 2020 ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ പേര്? ഉത്തരം കേരള ക്രിക്കറ്റ് ലീഗ്. 2024 ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിലെ വിജയികൾ? ഉത്തരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC. വജ്രാഭരണ വിപണിയിൽ ആഗോളതലത്തിൽ 2ാം സ്ഥാനത്തുള്ള രാജ്യം? ഉത്തരം ഇന്ത്യ. 2024 വനിതാ 2020 ലോകകപ്പിൽ ഇടം നേടിയ മലയാളികൾ? ഉത്തരം സജ്ന സജീവൻ, ആശാ ശോഭന. പോൾ വോൾട്ടിൽ 10ാം തവണയും ലോക റെക്കോർഡ് തകർത്ത താരം? ഉത്തരം അർമാൻ ഡുപ്ലാന്റിസ്. നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത്? ഉത്തരം B. ശ്രീനിവാസൻ. ഏത് സംസ്ഥാനത്തു നിന്നാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം മധ്യപ്രദേശ്. ഇതോടെ 2024 സെപ്റ്റംബർ 21 തൊഴിൽ വാർത്തയിൽ വന്ന എല്ലാ കറണ്ട് അഫയേഴ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.